വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ്, മസ്ഡോക്ക്, GRSC, ജെഷിപ്പ് എല്ലാം ബ്രേക്ക് ഔട്ട് ആയിരിക്കുകയാണ്. അതിൽ GRSCയുടെ വിഷയം, മസ്ഡോക്കിൻ്റെ ബ്രേക്ക് ഔട്ട് നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മളുടെ മുന്നേ ഉള്ള വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി അനാലിസിസിൻ്റെ കൂടെ തന്നെ നമ്മൾ പല ദിവസങ്ങളിലായിട്ട് അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് നേരത്തെ നമ്മളുടെ ലിക്വിഡിറ്റി ലെൻസിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു ടാർഗറ്റ് ലെവലും അല്ലെങ്കിൽ അടുത്ത ഒരു ലിക്വിഡിറ്റി സോൺ എവിടെയാണ്, ടെൻഡേറ്റീവ് ലിക്വിഡിറ്റി സോൺ എവിടെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ അനാലിസിസ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ് കൂടി കവർ ചെയ്യുകയാണ്. പിന്നെ ആ ഒരു ഇൻഡസ്ട്രിയിൽ ബ്രേക്ക് ഔട്ട് ഉള്ളത് കാരണം നമുക്കറിയാം, ഇപ്പോൾ ചെറിയൊരു യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും, കെട്ടടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ കൂടി പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളൊരു ഇൻഡസ്ട്രി ആയത് കാരണം പലരും അതിനൊരു ഫോക്കസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ FIIs ആണെങ്കിലും DIIs ആണെങ്കിലും അവരുടെ സ്റ്റേക്ക് ഇത്തരം കമ്പനികളിൽ കൂട്ടുന്നതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്. സോ അതിനെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ഒരു 3 കമ്പനികളെ കുറിച്ചാണ്. ഒന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ്, അതുപോലെ തന്നെ മസ്ഡോക്ക് ആൻഡ് GRSC. അടുത്ത ടെൻഡേറ്റീവ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ടാർഗറ്റ് എവിടെയാണെന്നുള്ളതൊക്കെ നമ്മളുടെ ഈ ഒരു ടൂൾ വെച്ചിട്ട് തന്നെ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് നമ്മുടെ ലിക്വിഡിറ്റി ലെൻസ് സ്ട്രാറ്റജിയിൽ കഴിഞ്ഞ 19 ട്രേഡിൽ കണ്ടിട്ടുള്ള ഒരു എഫിക്കസിയാണ്, പെർഫോമൻസ് എഫിക്കസിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എൻ്റെ പ്രോഫിറ്റബിലിറ്റി റിപ്പോർട്ട്, അതുപോലെ തന്നെ മസ്ഡോക്കിൻ്റെ കേസിലാണെങ്കിലും യു ക്യാൻ സി നിയർലി ദ സെയിം റിസൾട്ട് ഹിയർ. ലാസ്റ്റ് 9 ട്രേഡ്സിൻ്റെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ലാസ്റ്റ് 19 ട്രേഡ്സിൻ്റെത് GRSC. സോ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഈ ഒരു ലിക്വിഡിറ്റി ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി വളരെയധികം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നൊരു ഇൻഡസ്ട്രി കൂടിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. സോ ഇതിൻ്റെ ഒരു അനാലിസിസിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് പോവാം. നമ്മൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ട് കുറേ സ്റ്റോക്കുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വാച്ച് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട്. സോ അതിൽ നമുക്ക് നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് വരുന്ന സമയത്ത് അലേർട്ടുകൾ വരികയും നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അറിയിക്കുകയും ചെയ്യാറുണ്ട്. ഈവൻ 15 മിനിറ്റ് ട്രേഡുകളും നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 15 മിനിറ്റ് ട്രേഡുകളും നമ്മൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒരു ട്രെൻഡ് സെറ്റിൽ ആയതിനു ശേഷം, ഒരു ഹൈ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് സെറ്റിൽ ആയതിനു ശേഷം ഈ ഒരു സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ഒരു കറക്ഷനോ വരുന്നതാണ്. അതിനെ നമ്മൾ വാല്യൂ കറക്ഷൻ എന്ന് പറയും. സോ ആ ഒരു കറക്ഷൻ വാല്യൂ ബോക്സിലേക്ക് എത്താനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ വാല്യൂ ബോക്സ് എന്ന് പറയുന്നത് ഫിബനാച്ചിയുടെ ഈ ഒരു 0.786 മുതൽ 0.382 എന്ന് പറയുന്ന ഒരു ബോക്സിലാണ് നമ്മൾ കാണാറുള്ളത്. സോ ഈ ബോക്സിനകത്താണ് നമുക്കൊരു വൈക്കോഫിയൻ ബോക്സ് എന്ന് പറയുക, അല്ലെങ്കിൽ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അക്യുമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ക്വാണ്ടിറ്റികളിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വാല്യൂ പ്രൈസിൽ അല്ലെങ്കിൽ ഫെയർ വാല്യൂവിൽ സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫേസാണ്. സോ അവർക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി അവർ എടുത്തതിന് ശേഷമാണ് അവർ അടുത്തൊരു ഫെയർ വാല്യൂവിലേക്ക് ഇതിന് ബ്രേക്ക് ഔട്ട് കൊടുക്കുന്നത്. സോ മോസ്റ്റ്ലി നല്ല സ്റ്റോക്കുകളുടെ കേസിലാണെങ്കിൽ നല്ല രീതിയിൽ അത് ബ്രേക്ക് ചെയ്തിട്ട് ഫിബനാച്ചിയുടെ 1.618 ലെവൽ വരെയൊക്കെ അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി ഒരു ഫുൾ ബ്ലൗൺ ബ്രേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു 4 വരെയെങ്കിലും അല്ലെങ്കിൽ 2 വരെയെങ്കിലും ഒക്കെ പോകുന്നതായിട്ട് നമ്മൾ പല സ്റ്റോക്കിൻ്റെ കേസിലും കണ്ടിട്ടുണ്ട്. സോ ഈ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് നമ്മുടെ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ വീഡിയോ, അതുപോലെ തന്നെ ആസ്റ്റർ മിംസിൻ്റെ വീഡിയോ, അതുപോലെ തന്നെ അശോക് ലേലൻഡിൻ്റെ വീഡിയോ, ഇതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്, ബ്രേക്ക് ഔട്ട് സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ട്. സോ അതെല്ലാം ഇപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അതിൽ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചർ എന്താണെന്നുള്ളത് മനസ്സിലാവും. സോ ഇത് ഐഡിയ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. വാല്യൂയിൽ നല്ല രീതിയിൽ സ്റ്റോക്സ് അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. സോ നല്ല ഫെയർ വാല്യൂവിൽ വരുന്ന സമയത്ത് മാക്സിമം അക്യുമുലേഷൻ നടത്തിയിട്ട് അവിടെ ഒരു മാനിപ്പുലേഷൻ കൂടി നടക്കും. മാനിപ്പുലേഷൻ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരം സ്റ്റോക്കുകൾ ആ ഒരു ഏരിയയിൽ നിന്ന് മറ്റേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളുടെ റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുന്ന ഒരു സിസ്റ്റമാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ റീറ്റെയിലേഴ്സ് നല്ല രീതിയിൽ ബൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നോർമൽ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ റീറ്റെയിലർ ലിക്വിഡിറ്റിയാണ്. സോ ഇവിടുന്ന് വാങ്ങിച്ച ആ റീറ്റെയിലേഴ്സിനെ സെൽ എന്ന് കാണിച്ചിട്ട് ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് എല്ലാം ഹണ്ട് ചെയ്ത് ഇത്രയും ലിക്വിഡിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്വീപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ടെക്നിക്കിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. സോ അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോൾഡ് ചെയ്യുന്ന എല്ലാ സ്റ്റോക്കുകളിലും നമുക്ക് ആ ഒരു പ്രതിഭാസം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ഈ ഒരു ടൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ള ഇവിടെ ഇങ്ങനെ ഒരു അക്യുമുലേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അക്യുമുലേഷൻ ബ്രേക്ക് ഔട്ട് ആകുന്നത് ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റിയെ ബൈ പ്രഷർ ടേക്ക് ഔട്ട് ചെയ്യുമ്പോഴാണ്. അതായത് ബുൾസിൻ്റെ പവർ ഫെയർ വാല്യൂവിനെ ടേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മളൊരു ബ്രേക്ക് ഔട്ട് കൺഫേം ആക്കുന്നത്. സോ അത് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റിയെ ബൈ പ്രഷർ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനുശേഷം റീടെസ്റ്റ് ഉണ്ടാവുകയും ശേഷം നല്ല രീതിയിലുള്ളൊരു മൊമെൻറ്റം നമുക്ക് ഫിബനാച്ചിയുടെ എക്സ്റ്റൻഷൻ ലെവലിലേക്ക് കാണുകയും ചെയ്യുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ദെയർ. ആ ഒരു ബ്രേക്ക് ഔട്ട് കൺഫേം ആയിട്ട് നല്ല രീതിയിൽ മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. സോ ആ ഒരു ബ്രേക്ക് ഔട്ട് നമുക്കറിയാം 2.618 വരെ പോയിട്ട് നല്ല രീതിയിലൊരു കറക്ഷൻ നമുക്ക്
കാണിക്കുന്നുണ്ടായിരുന്നു. ശേഷം വീണ്ടും നമുക്കൊരു കറക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് അത്തരത്തിൽ നമുക്ക് അതിൻ്റെ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഏതായാലും ഇപ്പം കൊച്ചിൻ ഷിപ്പ്യാർഡ് അത്തരത്തിലൊരു ബ്രേക്ക് ഔട്ട് കാണിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത്. സോ എങ്ങനെയാണ് ആ ഹിസ്റ്റോറിക്കൽ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ടാർഗറ്റ് ലെവൽസ് അല്ലെങ്കിൽ ടെൻഡേറ്റീവ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ടെൻഡേറ്റീവ് ടാർഗറ്റ് ലെവൽസ് അക്കോർഡിംഗ് ടു ദി ലിക്വിഡിറ്റി അനാലിസിസ് ഓർ ലിക്വിഡിറ്റി ടൂളാണ് നമ്മൾ നോക്കുന്നത്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചാർട്ടാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നോക്കിയാൽ വേണ്ടി കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ പാറ്റേൺ ആണ് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. വലിയൊരു ട്രെൻഡ് കഴിഞ്ഞു, അതിനുശേഷമുള്ള ഒരു മാനിപ്പുലേഷൻ ഫേസ് കഴിഞ്ഞു. ഇപ്പോഴും അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. മാക്സിമം അക്യുമുലേഷൻ ഇവിടെ നിന്ന് നടന്നിട്ടുണ്ട്. ആൻഡ് ദെൻ ആ ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റിയെ ബൈ പ്രഷർ ബ്രേക്ക് ചെയ്തു റീടെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതേ പ്രതിഭാസം തന്നെയാണ് നമുക്ക് മെസഡോക്കിൻ്റെ കേസിലും കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. വലിയൊരു ട്രെൻഡ് കഴിഞ്ഞു, വാല്യൂ സോണിലേക്ക് അക്യുമുലേറ്റ് ചെയ്തു, ഫസ്റ്റ് ഒരു മാനിപ്പുലേഷൻ നടന്നു, ആൻഡ് ദെൻ ബ്രോക്ക് ഔട്ട് അഗെയിൻ ഗെയിം ബ്രേക്ക് ഔട്ട് 2 ടൈംസ് നമുക്ക് അതിൻ്റെ ഒരു സിമ്പിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിലാണെങ്കിലും അല്ലാതെ ജനറൽ വീഡിയോസിൽ യൂട്യൂബ് വീഡിയോസിലൊക്കെ മെസഡോക്കിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസിൽ നിഫ്റ്റി അനാലിസിസിലൊക്കെ നമ്മൾ GRCയുടെ ഈ ബ്രേക്ക് ഔട്ടിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. സോ ആ ക്ലാസിക് സിമ്പിളാണ് അല്ലെങ്കിൽ സിംറ്റമാണ് ദ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോളോ ചെയ്യുന്ന വലിയൊരു മെത്തേഡാണത്. അവർക്ക് അത്തരം ഒരു മെത്തേഡ് മാത്രമേ അറിയുള്ളൂ. സോ അത് നമ്മൾ ലിക്വിഡിറ്റി ലെൻസിലൂടെ ലിക്വിഡിറ്റി മാർക്ക് ചെയ്തിട്ട് ബൈ പ്രഷർ മാർക്ക് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അത് ഓഫായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് അതിനൊരു ലെൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ. സോ അത് ഓണാക്കി വെക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്നൊന്നും ബ്രേക്ക് ഔട്ട് ആണെന്നുള്ളത് അറിയേണ്ട കാര്യമില്ല, കാരണം നമുക്കറിയാം ബൈ പ്രഷർ കാണിച്ചിട്ടില്ല. സോ അത്തരത്തിൽ ബൈ പ്രഷറും ഒരു ലിക്വിഡിറ്റി ബ്രേക്കും കാണുന്ന ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ബ്രേക്കും കാണുന്ന സമയത്ത് മാത്രം നമുക്കതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി എന്നുള്ളതാണ്. സോ ഈ ഒരു സ്റ്റോക്കിൻ്റെ കേസിലാണെങ്കിലും ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫിബനാച്ചിയുടെ ഒരു ടെൻഡേറ്റീവ് ലിക്വിഡിറ്റി ഓർ ടാർഗറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സി ദിസ് വിൽ ഗോ ഫസ്റ്റ് 3500 ആൻഡ് ദെൻ 4000 ലെവലിലേക്ക് പോകുന്നതാണ് എന്നുള്ളതാണ്. മെസഡോക്കിൻ്റെ കേസിലാണെങ്കിൽ വി ക്യാൻ സി ദ ലെവൽ വിൽ ബി ഓൾമോസ്റ്റ് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആവാറായി 3600, കാരണം ഇത് നേരത്തെ ബ്രേക്ക് ആയതാണ്, ഇവിടുന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. ആൻഡ് ദെൻ 4120 അതിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒരു ഫ്രഷ് ബ്രേക്ക് ഔട്ട് സോണിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി ഇത് വരച്ച് വെച്ചിട്ടുണ്ട്. സോ ഇനി ഇങ്ങോട്ടേക്കൊരു റീടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു സാധ്യതയിൽ ഇങ്ങോട്ടേക്ക് ഈ ഒരു ലിക്വിഡിറ്റി സോണിലേക്ക് നമുക്കൊരു റീടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ മാക്സിമം അക്യുമുലേറ്റ് ഫ്രം ദിസ് സോൺ. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് ഇപ്പം നമ്മളൊരു സ്കെയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ മുതലേ ഈ ഒരു വാല്യൂ സോണിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിന് താഴത്തേക്ക് പോയിട്ടില്ല. ഓക്കെ. സോ ഏകദേശം 200 ദിവസങ്ങളായിട്ട് ഇവിടെ അക്യുമുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ മാക്സിമം ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്യുമുലേഷനും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഈ ഒരു അക്യുമുലേഷൻ കഴിഞ്ഞിട്ട് ഇതൊരു സക്സസ്ഫുൾ ബ്രേക്ക് ഔട്ട് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ നമുക്ക് അടുത്തൊരു ടാർഗറ്റ്, ടെൻഡേറ്റീവ് ടാർഗറ്റ് എന്ന് പറയുന്നത് 3800 ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് നമുക്കറിയാം ഈ ഒരു താഴത്തേക്കാണ് വെക്കുക, 1000 രൂപ എന്നുള്ള രീതിയിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് മാക്സിമം അക്യുമുലേഷൻ നടന്നിട്ടുള്ളത്. സോ ഈ ഒരു പോയിന്റിൻ്റെ താഴത്തേക്ക് 1219 താഴത്തേക്ക് ഇത്രയും കാലങ്ങളായിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്രയും പീരീഡിൽ ഈ ഒരു പ്രൈസിൻ്റെ താഴത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഒരു വർഷക്കാലം എടുത്ത് നോക്കുകയാണെങ്കിലും ഈ ഒരു പ്രൈസിൽ തന്നെ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. സോ ധൈര്യമായിട്ട് അതിൻ്റെ താഴത്തേക്ക് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇത്തരത്തിലൊരു എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ് ഇൻ ദ കേസ് ഓഫ് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ അത്തരത്തിൽ ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് അത്തരം ബ്രേക്ക് ഔട്ട് സോണിൽ വന്നിട്ടുണ്ട്. IRFC വരുന്നുണ്ട്, ഇർക്കോൺ വരുന്നുണ്ട്. സോ അതെല്ലാം മീൻസ് ഇത് സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടില്ല. അത് സക്സസ്ഫുൾ ആവുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ HILൻ്റെ കേസിൽ ഓൾറെഡി സക്സസ്ഫുൾ ആയിരുന്നു, അത് നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇത്തരം ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 15 മിനിറ്റിൻ്റെ ബ്രേക്ക് ഔട്ടാണ് കൂടുതൽ നോക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 15 മിനിറ്റിൻ്റെ അലേർട്ടും ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ബ്രേക്ക് ഔട്ട് സ്ക്രീനറിന് വേണ്ടിയിട്ട്. സോ അതിൽ ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് അലേർട്ടിൽ കാണിക്കുമ്പോൾ അതപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പ്രീമിയം ഗ്രൂപ്പിൽ ഈ ടൂൾ യൂസ് ചെയ്യുന്ന ആളുകളാണ് പ്രീമിയം ഗ്രൂപ്പിലുള്ളത്. കാരണം അത് യൂസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ, അവർക്ക് അത് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ലിക്വിഡിറ്റി, ഇഫ് യു കാൺട്ട് സീ ദ ലിക്വിഡിറ്റി യു ആർ ദ ലിക്വിഡിറ്റി എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ലിക്വിഡിറ്റി കണ്ടേ പറ്റൂ എന്നുള്ളതാണ്. അങ്ങനെ ലിക്വിഡിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടൂൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ അതിൽ നമ്മൾ 15 മിനിറ്റിൻ്റെ ബ്രേക്ക് ഔട്ട് വളരെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നുണ്ട്. അതാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു 10-15% പ്രോഫിറ്റിൽ നമുക്ക് 3-4 ദിവസം കൊണ്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള മാർക്കറ്റ് അല്ല. ഏത് നിമിഷം വേണമെങ്കിൽ നിഫ്റ്റിയിലും മാനിപ്പുലേഷൻസ് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള കോളുകളാണ് ഇതിൽ. കോൾ എന്നല്ല, നമ്മളുടെ ഒരു അനാലിസിസ്, ലിക്വിഡിറ്റി ബ്രേക്ക് ഔട്ട് വരുന്ന സ്റ്റോക്കുകൾ എനിക്ക് അത് സ്ക്രീനറിൽ ഇവിടെ വരുന്ന സമയത്ത്, അലേർട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് കാണിക്കുക എന്നുള്ളതാണ്. സോ അതിൽ ഒരുപാട്
നല്ല നല്ല രീതിയിലുള്ള കോളുകൾ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇൻ്റലക്റ്റ് ഒക്കെ നമ്മൾ അതുപോലെ കൊടുത്തിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ ഏകദേശം 22% വന്നു. എല്ലാം പിറ്റേ ദിവസം ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാളെ മറ്റന്നാളായിട്ട് ടാർഗറ്റ് അടിക്കുന്ന രീതിയിലാണ്. ഇത് ഇന്നലെ കൊടുത്ത കോളുകളാണ് എല്ലാം 5, 6, 18, 4% എന്നുള്ള രീതിയിലൊക്കെ മിനിയാന്ന് കൊടുത്തിട്ടുള്ള തേഴ്സ്ഡേ കൊടുത്തിട്ടുള്ള കോളുകൾ നമുക്ക് ഇന്നലെ അതിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ള രീതിയിലാണ്. അപ്പം അലേർട്ട് ഇവിടെ വരും കറക്റ്റായിട്ട്. ഇപ്പോൾ ഇൻ്റലക്റ്റിൻ്റെ കേസിൽ നേരത്തെ വന്നിട്ടുള്ള അലേർട്ടാണ്. സോ ഇവിടെ നിന്നാണ് അലേർട്ട് നമുക്ക് വന്നിട്ടുള്ളത്. സോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ ബൈൻ്റെ ആ ഒരു റെക്കമെൻഡേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഒരു 6 ഡേയ്സ് കൊണ്ട് തന്നെ 20%ൻ്റെ രീതിയിൽ നമുക്ക് ഇതേപോലെ പല രീതിയിലും പല സ്റ്റോക്കിലും നമുക്ക് അലേർട്ടുകൾ വരുന്നതാണ്. ഇതൊക്കെ നേരത്തെ വന്നിട്ടുള്ള അലേർട്ടുകളാണ്. ഗബ്രിയലിൽ വന്നു, എല്ലാം വന്നിട്ടുണ്ട്. ഗബ്രിയൽ ഇനി അടുത്തൊരു ബ്രേക്കൗട്ടിന് വെയിറ്റ് ചെയ്യുകയാണ്. കാരണം നമുക്കൊരു എന്താ പറയുക ഫെയർ വാല്യൂ ബ്രേക്കൗട്ട് കൂടി വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അതായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് ഇവിടെ അലേർട്ടിൽ വരുന്നതാണ്. സോ അത് നമ്മൾ നമ്മുടെ ലിക്വിഡിറ്റി ലെൻസ് യൂസ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പിൽ പറയും. അത് യൂസ് ചെയ്യുന്നവർക്ക് ഇത് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, മറ്റവർക്ക് അത് ആ ലെവലുകൾ മനസ്സിലാവില്ല. കാരണം ഇപ്പം നമുക്കറിയാം നമ്മൾ നേരത്തെ കണ്ട വലിയൊരു ടൈം ഫ്രെയിം, ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഒരു മിനിയേച്ചറാണ് ഇവിടെ കാണുന്നത്. വലിയൊരു ട്രെൻഡ് കഴിഞ്ഞു, അതിനുശേഷം ഒരു മാനിഫുലേഷൻ ഫേസ് വരുന്നു. ഇനി ഇവിടെ കുറച്ച് സമയം കൺസോൾഡേറ്റ് ചെയ്യും. അതിനുശേഷം ഒരു ഫെയർ വാല്യൂ ബ്രേക്കൗട്ട് വിത്ത് ബൈ പ്രഷർ വരുമ്പോൾ നമുക്കിവിടെ അലേർട്ടിൽ ബൈ ഓപ്ഷൻ വരും. സോ ആ സമയത്ത് ഞാനിവിടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്യാറുള്ളത്. സോ ആർക്കെങ്കിലും ടൂൾ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മെമ്പർ ആവണമെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ. സോ അതാണ് നമുക്ക് പറയാനുള്ളത്. സോ മസ്ഡോക്കിൻ്റെ കേസിലാണെങ്കിലും കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ കേസിലാണെങ്കിലും നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ടാണെങ്കിൽ ലോങ് ടൈമിലേക്ക് കുറച്ച് സമയത്തേക്കുള്ള ഒരു ടാർഗറ്റാണ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. സോ ബെസ്റ്റ് പ്രാക്ടീസ് ഈസ് എന്തെങ്കിലും കറക്ഷൻ കിട്ടുവാണെങ്കിൽ ഈ ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു റീടെസ്റ്റിൽ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ലോങ് ടൈം ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് 1.382 എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് 1.382 എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം നമ്മൾ എടുത്തിട്ടുള്ള ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു സിഗ്നലാണ്. അതായത് ഈ വരച്ചിട്ടുള്ള ഒരു ലോങ് ടേം കണ്ടല്ലേ, ഇവിടെ മുതലാണ് എടുത്തത്. 2023 മുതലുള്ള ട്രെൻഡിൻ്റെ എൻഡ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് റീസെൻറ്റ് ട്രെൻഡ് നോക്കാം. റീസെൻറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഇത് റീസെൻറ്റ് ലോ ടു റീസെൻറ്റ് ഹൈയിലേക്ക് നമ്മൾ ഫിബനാച്ചി വരച്ചിട്ട് നമ്മൾ അതിന് കളർ ഒന്ന് വ്യത്യാസം കൊടുക്കാം നമുക്ക്. ഓക്കെ, കളർ വ്യത്യാസം കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം റീസെൻറ്റ് ട്രെൻഡിൻ്റെ ഇത് എന്ന് പറയുന്നത് 1.618 വരെയാണ് നമ്മൾ എടുക്കാറുള്ളത്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് യു ക്യാൻ സി ഈ രണ്ട് ഏരിയയും കോൺഫ്ലുവൻസ് ചെയ്യുന്നത് ഒരേ പ്രൈസ് ലെവലിലാണ്, 3800, 3900 എന്ന് പറയുന്നത്. അതായത് ലോങ് ടേമിൻ്റെ ഈ മഞ്ഞയുടെ 1.38ഉം ലോങ് ടേമിൻ്റെ ഫസ്റ്റ് ടാർഗറ്റും നമ്മുടെ ഷോർട്ട് ടേമിൻ്റെ ഫിബനാച്ചി ടാർഗറ്റും ഫസ്റ്റ് ടാർഗറ്റും കോൺഫ്ലുവൻസ് ചെയ്യുന്ന പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ടാണ് ഈ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു ടാർഗറ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് എന്ന് പറയുന്നത്. സോ ആർക്കെങ്കിലും ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്ക് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കുക. ഞാൻ കഴിഞ്ഞ 3 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അടുത്ത ബുൾ റണ്ണിലേക്കുള്ള സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആരും അത് കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും കാണുന്നില്ല. അതുകൊണ്ട് ഞാനത് ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്. മാക്സിമം ഷെയർസ് ആൻഡ് ലൈക്സ് കിട്ടുവാണെങ്കിലാണ് ഞാൻ കൂടുതൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ഇത്തരത്തിൽ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത്. സോ സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ വി കാൺ ഗോ ഫോർവേഡ് വിത്ത് ദിസ്. സോ പ്ലീസ് ഹെൽപ്പ് യു. താങ്ക് യു വെരി മച്ച്.